നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, ഇതിപ്പോ ആരോടാന്ന് ചോദിക്കാ? ആർക്കും ഞാൻ പറയുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളുണ്ടെന്നാ പറയാറ്, പ്രത്യേകിച്ച് അമ്മയുടെ ഈ മണ്ണിൽ. പക്ഷെ മോളുടെ അരങ്ങേറ്റത്തിന്റെ കാര്യം തിരക്കാൻ മാത്രം ആരെയും കണ്ടു കിട്ടുന്നില്ലല്ലോ ഇതുവരെ. എന്റെ ദേവി, ഞാനിനി എന്താ വേണ്ടത്? ആരെങ്കിലും നോക്കി നടക്കാണോ? ഔ, സമാധാനായി. ദേവി, ഇപ്പോഴെങ്കിലും ഒരു മലയാളിയെ കണ്ടല്ലോ. എന്താ വേണ്ടത്? ഞാൻ നാട്ടിൽ നിന്ന് മോളെയും കൂട്ടി ഇവിടെ ദർശനത്തിന് വന്നതാ. ഇവിടെ വന്നപ്പോ ഒരാഗ്രഹം, എന്റെ മോളുടെ അരങ്ങേറ്റം ദേവി സന്നിധിയിൽ നടത്തണമെന്ന്. അത് മരിച്ചുപോയവളുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാ ഇപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് മടങ്ങിപ്പോവാന്ന് കരുതിയത്. എന്താ മോളുടെ പേര്? ശിവപ്രിയ. നാട്ടിലെ ചെറിയൊരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ഞാൻ. പ്രാരാബ്ധവും കഷ്ടപ്പാടുമായി അങ്ങനെ പോകുന്ന സ്ഥിതിക്ക് മോളുടെ അരങ്ങേറ്റത്തിന്റെ കാര്യം ഇതുവരെ നടന്നില്ല. മോളുടെ മരിച്ചുപോയ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മൂകാംബിയമ്മയുടെ മുന്നിൽ വെച്ച് മോളുടെ അരങ്ങേറ്റം നടത്തണമെന്ന്. ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇത്തിരി കഷ്ടപ്പെട്ടാലും അതും കൂടി നടന്നു കിട്ടിയ ഒരാശ്വാസമായിരുന്നു. തിരുമേനി വിഷമിക്കണ്ട, മകളുടെ അരങ്ങേറ്റം ഇവിടെ വെച്ച് നടത്താൻ തന്നെയാവും യോഗം. അല്ല, അതിനിപ്പോ ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? അത്ര വലിയ രീതിയിലൊന്നും നടത്താൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോ നിവൃത്തിയില്ല. ചെറിയ രീതിയില്. ദേവിയുടെ മണ്ണിൽ അങ്ങനൊരു വലിപ്പച്ചെറുപ്പ ഇല്ല തിരുമേനി. പണമുള്ളവനും പാവപ്പെട്ടവനും എല്ലാരും ഇവിടെ സമന്മാരാണ്. അരങ്ങേറ്റം നടത്താൻ ഇവിടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. തിരുമേനി വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ ചെയ്തുതരാം. വലിയ ഉപകാരം. നിങ്ങളെ മൂകാംബിയമ്മ ഏട്ടാ ഇപ്പൊ എന്റെ മുന്നിൽ എത്തിച്ചത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. ആയിക്കോട്ടെ. എന്താ പേര്? വിദ്യ. ഇവിടെയുള്ളവര് എന്നെ വിദ്യാമാന്ന് വിളിക്കും. തിരുമേനി അങ്ങനെ വിളിച്ചോളൂ. ശരി. അല്ല, മോളെവിടെ? മോളെ അപ്പുറത്തിരുത്തിട്ടാ ഞാൻ ഈ കാര്യം അന്വേഷിക്കാൻ ഇറങ്ങിയത്. പാവം, എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. എങ്കിൽ വരൂ, ഞാനും വരാം. എനിക്ക് മോളെ ഒന്ന് കാണാമല്ലോ. അതിനെന്താ, വിദ്യമ്മയെ കാണുമ്പോ മോൾക്ക് സന്തോഷമാവും. വരിക. മോളെ, 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 ശിവപ്രിയേ, മോളെ, മോളെ. അയ്യോ, എന്റെ മോള്. എന്താ? മോളെ ഞാൻ എവിടെ ഇരുത്തിയിട്ടാ പോയത്? അവളെ ഇപ്പോൾ കാണാനില്ല. മോളെ ശിവപ്രിയേ, മോളെ, 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 ശിവപ്രിയേ. അയ്യോ, മോളെ, ദേവി, അമ്മേ, എന്റെ മോളെവിടെ? അയ്യോ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അമ്മേ, എന്റെ മോള്. അവളെ അമ്മ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്. എന്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ഈശ്വര, ഇനി ആരെങ്കിലും അവളെ. തിരുമേനി പരിഭ്രമിക്കാതിരിക്കൂ. കുഞ്ഞിന് ഒരു ആപത്തും വരില്ല. അമ്മയുടെ മടിയിൽ നിന്ന് ആർക്കും അവളെ കൊണ്ടുപോകാനാവില്ല. അവൾ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ടാവും. വരൂ, നമുക്ക് നോക്കാം. അമ്മേ, ഞാനിനി എന്ത് ചെയ്യും? അവൾ എവിടെ പോയി അന്വേഷിക്കും? തിരുമേനി സമാധാനായിട്ടിരിക്കൂ. ഞാനല്ലേ പറയുന്നേ. വരൂ, നമുക്ക് നോക്കാം. മോളെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അങ്കിൾ, നമ്മൾ ശിവപഞ്ചാക്ഷരി ചൊല്ലി ഇങ്ങനെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. നമ്മൾ എപ്പോഴാ പോകുന്നേ? എവിടെ പോവാൻ? എങ്ങും പോകുന്നില്ല. നടക്കു വേഗം. ശിവപഞ്ചാക്ഷരി ചൊല്ലാൻ എനിക്കും ഇഷ്ടാ. എത്ര നേരം വേണമെങ്കിലും ചൊല്ലാം. അപ്പോഴത്തേക്ക് എന്റെ അച്ഛനും ഇവിടെ വരുമല്ലോ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അച്ഛാ, മോളെ,
അച്ഛന്റെ പൊന്നു മോളെ, നീ ഇവിടെ എന്തെടുക്കുക? അച്ഛനെ നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. നിന്നോട് അവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ പോയത്? പിന്നെ എന്തിനാ അവിടെ എണീറ്റ് പോയത്? അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ തന്നെ ഇരിക്കായിരുന്നു. അപ്പോഴാ ഈ അങ്കിള് വന്നത്. അങ്കിളിനൊപ്പം മുറിയിലേക്ക് പൊയ്ക്കോളാൻ അച്ഛൻ പറഞ്ഞു വിട്ടു പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ അങ്കിളിനൊപ്പം വന്നത്. ഞാൻ പറഞ്ഞെന്നോ? ഇല്ല മോളെ, അച്ഛൻ ആരോടും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഇന്നത്തെ ദിവസം ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനെ അങ്കിളിനെ മനസ്സിലായില്ലേ? നമ്മളെ കാറി കയറ്റി സൗബർണികയിലേക്ക് കൊണ്ടുപോയത് ഈ അങ്കിളാ. ഇയാളെന്തിനാ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് മോളോട് കള്ളം പറഞ്ഞത്? അന്ന് ഇയാൾ നിർബന്ധിച്ച് ഞങ്ങളെ കാറി കയറ്റി. ഇന്ന് ഞാൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് മോളോട് കള്ളം പറയുകയും ചെയ്തു. പക്ഷെ അങ്കിൾ എന്നെ റൂമിലേക്ക് കൊണ്ടുപോകാതെ ഇവിടേക്കാ വന്നത്. ഇവിടേക്ക് വന്നപ്പോ മുതല് എന്റെ കയ്യും പിടിച്ച് ശിവപഞ്ചാക്ഷരം ചൊല്ലി ഇവിടെ പ്രദക്ഷിണം നടത്തുക. എന്ത് ചോദിച്ചിട്ടും അങ്കിൾ ഒന്നും പറയുന്നില്ല. അമ്മേ, മഹാമായേ, നീ എന്റെ കുഞ്ഞിനെ ഈ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചല്ലോ ദേവി. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അമ്മേ ദേവി. മോളെ, ഇയാൾ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാ. അതിൽ നിന്നും മൂകാംബിക അമ്മയാ നിന്നെ രക്ഷിച്ചത്. അതിനുള്ള ശിക്ഷയാ ദേവി അയാൾക്ക് കൊടുത്തത്. ആ വിദ്യാമ്മ പറഞ്ഞത് എത്ര ശരിയാ. ദേവിയുടെ നോട്ടപ്പാടിൽ നിന്ന് ആർക്കും എന്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് ദേവി ആരെ അനുവദിക്കില്ല. അമ്മേ ഭഗവതി, നീ എന്റെ കുഞ്ഞിനെ കാത്തു. അല്ല, വിദ്യാമ്മ എവിടെ? എന്റെ കൂടെ ഇവിടേക്ക് വന്നാണല്ലോ. ആരെയാ അച്ഛൻ നോക്കുന്നത്? വിദ്യാമ്മേ. അതാരാ? അതൊരമ്മയാ. മോളുടെ അരങ്ങേറ്റത്തിന് അവര് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ കാണാൻ അച്ഛനോടൊപ്പം വന്നതാ. ഇപ്പൊ അവരെ കാണുന്നില്ല. അവരോടൊരു നന്ദി വാക്ക് പറയാൻ പോലും പറ്റില്ലല്ലോ എന്റെ ദേവി. വാ മോളെ, നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കാം. നോക്ക്, അമ്മയുടെ വരട്ട് ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ഏറെ ആഗ്രഹിച്ച് ചേർന്ന കോഴ്സാണിത്. കാശില്ലെന്ന കാരണം പറഞ്ഞ് കോഴ്സ് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ ഞാൻ തയ്യാറല്ല.